പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറയുന്നു. പോലീസിന്റെ അനാവശ്യ ഇടപെടലാണ് പൂരം അലങ്കോലമാക്കിയത്. പൂരപ്രദർശനം പോലീസ് നിർബന്ധിച്ച് അടപ്പിക്കാൻ ശ്രമം നടത്തിയെന്നും ഗിരീഷ് കുമാർ ആരോപിച്ചു. പൂരപ്രദർശന നഗരിയിലെ DSPയുടെ ചുമതലയിൽ ഉദ്യോഗസ്ഥനെ അവിടെ വെച്ചിരുന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ കയറ് കെട്ടി എക്സിബിഷനിലേക്കുള്ള വരുന്ന ആൾക്കാരെ തടയുകയാണ് ഉണ്ടായത്. ആനകളുടെ പ്രശ്നങ്ങളായിട്ട് വരികയാണ്. 50 മീറ്റർ മാറി നിൽക്കണം. അതേപോലെ തന്നെ അംബികസ്തൂരി വരുന്നു. കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ ഒരു സാഹചര്യമില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം ഇത് പോലീസിലൂടെ ഏതോ ഒരു വിഭാഗം, ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. വിവിധ വകുപ്പുകൾ ഇറക്കിയ ഉത്തരവിനെ തുടർന്നാണ് പൂരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പാറമേക്കാവ് ദേവസ്വം ബോർഡ് സെക്രട്ടറി രാജേഷും പറയുന്നു. വനം വകുപ്പാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയൊരു കളി നടത്തുന്നത്. വനം വകുപ്പിൻ്റെ GP ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. നാഗരാജ് നാരായണൻ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ ചുക്കാൻ പിടിച്ച് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കൂടി ഇതിനെ തകർക്കാനായിട്ട് കുറേ കൊല്ലങ്ങളായിട്ട് NGOമാരായിട്ട് ഒത്തുകൂടി എന്നാണ് ആരോപണം. ജുഡീഷ്യൽ എൻക്വയറി കൊണ്ട് കാര്യമില്ല, പോലീസ് എൻക്വയറി കൊണ്ട് കാര്യമില്ല, CBI എൻക്വയറി തന്നെ വേണം എന്ന് ആവശ്യപ്പെടാൻ കാരണം. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. പറയൂ, യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ വിവിധ ക്യാമ്പുകളിൽ നിന്ന് വിവിധ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. SKN കൂടുതൽ സർക്കാരിനെയും VS സുനിൽകുമാറിനെയും ഒക്കെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഈ ദേവസ്വങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് VS സുനിൽകുമാറിനോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നത് ഈ റിപ്പോർട്ടിൽ ബാഹ്യ ഇടപെടലുകൾ ഇല്ല എന്ന് പരാമർശിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ് സുനിൽകുമാർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെയെല്ലാം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ തള്ളുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് തുടർച്ചയായി ഇറക്കിയ ഉത്തരവുകൾ അതാണ് ഈ പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പൂരം പ്രദർശനം സംബന്ധിച്ച തറവാടക മുതൽ അതിനുശേഷം ഈ ആനയെ എഴുന്നള്ളിക്കുന്നതിന് കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ, ആനയെ പരിശോധിക്കുന്നതിന് കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ആദ്യം മുതലേ പുകഞ്ഞു നിന്നിരുന്നു. അത് ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയായിരുന്നു. അവിടെ അത് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് പോലീസിന്റെ ഇടപെടലാണ് എന്നുള്ളതാണ് ഇരു ദേവസ്വങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. പാറമേക്കാവ് ദേവസ്വമാകട്ടെ അവർ പറയുന്നത് ഒരു പടി കൂടി കടന്നുകൊണ്ട് വനം വകുപ്പിനെ കൂടി ഈ വിഷയത്തിൽ പഴിക്കുകയാണ്. വനം വകുപ്പ് ഈ വിഷയത്തിൽ NGOകളുമായി ചേർന്നുകൊണ്ട് ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിൽ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ഇടപെടലുണ്ട്. ഇത് സംബന്ധിച്ച് CBI അന്വേഷണം വേണമെന്നുള്ളതാണ് പാറമേക്കാവ് ദേവസ്വം ആവശ്യപ്പെടുന്നത്. തിരുവമ്പാടി ദേവസ്വമാകട്ടെ ഇതിൽ രാഷ്ട്രീയ ഇടപെടലില്ല, പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട്. അത് കമ്മീഷണർക്ക് മാത്രം പറ്റിയ തെറ്റായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് പുറമെ മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഇതിനകത്തോട് ഇടപെടലുണ്ട്. ഈ തിരുവമ്പാടിയുടെ ദേവസ്വം ഭാരവാഹികൾ അടക്കം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവരെ പോലും തടഞ്ഞതിന് പിന്നിൽ കൃത്യമായ പോലീസ് ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ് ഇവർ ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്. താങ്ക് യു. സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്.